വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യം. കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. ആ വാക്യം കേൾക്കുമ്പോൾ അറിയാതെ ഒന്ന് ചിന്തിച്ചു പോകും. നമ്മളെല്ലാവരും പ്രാർത്ഥനയിലാണ് അല്ലേ? പ്രാർത്ഥിക്കാനാണ്. എനിവേ ഏത് റീസൺ ആയാലും, ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പഠനത്തിൻ്റെ കാര്യങ്ങൾ നേരായി കിട്ടാനായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ഇൻറ്റൻഷൻ വെച്ചായാലും നമ്മൾ ആശ്രയിക്കുന്നത് ഈ പ്രാർത്ഥനയെയാണ് അല്ലേ? പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തിയെ, കർത്താവിനെ നമ്മൾ ആശ്രയിക്കണേ. അങ്ങനെ വന്നിരുന്ന് അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കുന്നിടങ്ങളിലിരുന്ന് തമ്പുരാനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ ഹിതം നിർവഹിക്കുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കും എനിക്കും, ഞാൻ എന്നെ കൂടി പെടുത്തിയാൽ നമുക്ക് പറയാൻ പറ്റുമോ? നമ്മളൊക്കെ പ്രാർത്ഥിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ശുശ്രൂഷകളിൽ പങ്കെടുത്തതുകൊണ്ട്, വിശുദ്ധ കുർബാന മുടങ്ങാതെ കണ്ടതുകൊണ്ട്, ജപമാല ചൊല്ലിയതുകൊണ്ടൊക്കെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ തമ്പുരാൻ വെച്ചിരിക്കുന്ന ഒരു വലിയ കണ്ടീഷനാണ്. എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതം നിറവേറ്റണം.